ಹರಪನಹಳ್ಳಿ ಮತ್ತು ಹರಿಹರ ಮಲೆಬೆನ್ನೂರು ಹೊನ್ನಾಳಿ. ഇനി 99 കിലോമീറ്റർ ഈ റോഡോ? ഒലക്കമേലെ റോഡ്. ഇനി നമുക്ക് ഹൈവേ അല്ല കേട്ടോ, 140 കിലോമീറ്റർ ഈ റോഡാണ് പോകാനുള്ളത് സ്ട്രൈറ്റ്. നമുക്കൊരു ഊര് സെറ്റപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ചെറിയൊരു ഊര് സെറ്റപ്പ് കിട്ടിയിട്ടുണ്ട്. രാജസ്ഥാൻ മരുഭൂമി കൂടെ ഒക്കെ മണൽ കയറ്റുന്നത് പോലെ ഒരു ഫീല്. എൻ്റെ പൊന്നിടാവേ, ഇതുപോലൊരു ഫ്രിഡ്ജുള്ളൊരു കട കണ്ടപ്പോൾ ഒരു സമാധാനം. ഇതുവരെ ഞങ്ങളെ പ്ലാനിലുള്ള സ്കെച്ച് പോട്ട പരിപാടിയാണ്. ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കെച്ച് ഇല്ലാത്ത പരിപാടിയാണ്. 400 കിലോമീറ്ററിനകത്ത് ഒരുപാട് കാര്യങ്ങൾ. ടണൽ കേട്ടോ, നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നൈറ്റാണ് ഈ ടണൽ കയറി പോകുന്നത്. രാത്രി വരുമ്പോൾ ഉണ്ടായിരുന്നൊരു വൈബുണ്ട്, അത് ഇന്ന് നമുക്ക് നട്ടപ്പൊരി വെലുത്ത് കാണാം. അടിപൊളിയായിരിക്കും കാഴ്ച. പക്ഷെ അതിലെ പോക്ക് അത് കുറച്ച് ടാസ്ക് ആയിരിക്കും. വണ്ടി സ്റ്റോപ്പാണ്. അതെന്താ ഈ ഇത്രയും കറുത്ത മണ്ണിൻ്റെ ഇടയിൽ അവിടെ മാത്രം ഒരു പച്ചപ്പ്, ക്രിക്കറ്റ് സ്റ്റേഡിയം പോലെ. ഹായ്, അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാണ് കേട്ടോ. വിത്തള ടെമ്പിൾ എല്ലാം കണ്ട് ഇനി പോണ വഴിക്ക് ഫുഡ് കഴിക്കണം. 400 കിലോമീറ്റർ എന്ന് നമുക്ക് പിടിക്കാനുള്ളത്. 400 കിലോമീറ്റർ ഹംപി ടു മാംഗ്ലൂർ സെറ്റാക്കി പവറാക്കിക്കോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. ഇതിൽ നല്ല മനോഹരമായിട്ടുള്ള വഴിയോര വീഡിയോസ് ഒരുപാട് വരാനുണ്ട്. ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഞങ്ങളെ പ്ലാനിലുള്ള സ്കെച്ച് പോട്ട പരിപാടിയാണ്. ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കെച്ച് ഇല്ലാത്ത പരിപാടിയാണ്. 400 കിലോമീറ്ററിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടാവും. പോകുന്ന വഴികൾ, പോകുന്ന സ്ഥലങ്ങൾ, അറിയാത്ത കാര്യങ്ങൾ. ഇതുവരെയായിട്ട് നമ്മൾ പഠിക്കാത്ത, നോക്കാത്ത, കാണാത്ത, അറിയാത്ത ഒരു റൂട്ടിലൂടെ ജസ്റ്റ് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ലൊക്കേഷൻ മാത്രം ഇങ്ങനെ സെറ്റാക്കിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് യാത്ര എന്ന് പറയുന്നത്. ഇനി അങ്ങോട്ടുള്ള പരിപാടിയാണ് യാത്ര. കാരണം നമ്മൾ സ്കെച്ചിലില്ല. നമ്മൾ യാത്രക്കിടയിൽ ആദ്യമായിട്ട് നിർത്തിയിരിക്കുകയാണ് കേട്ടോ. ഒരു 10 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ടാവും ഹംപിയിൽ നിന്ന്. രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുപോലുള്ള ഒരു സ്പോട്ടിലാണ് ഫുഡ് കഴിക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഹോട്ടൽ വരുന്നത് കേട്ടോ. ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞാൽ ബിരിയാണി മാത്രം, ഒരു ബിരിയാണി സെൻറ്റർ. അടിപൊളി ബിരിയാണി. സത്യം പറയാലോ, കേരളം വിട്ടിട്ട് ഞാൻ ഇതുവരെയായിട്ട് നല്ലൊരു ലെഗ് പീസ്, നല്ലൊരു ഫുഡ് ഞാൻ കഴിച്ചിട്ടില്ല. ഒരു 3-4 ദിവസമായി നല്ല ഫുഡ് കഴിച്ചിട്ട്. മുട്ട ഉണ്ട്, ലെഗ് പീസൊക്കെ ഉണ്ട്, ഇതാ കാണിച്ചു തരാണ്. അടിപൊളി ഫുഡാണ് കേട്ടോ. നല്ല പീസും നല്ല മസാലയും. നമ്മൾ എന്താ പറയുക, എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു തരം അതേ ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്ത്. കോൺസ സ്റ്റൈൽ ബിരിയാണി, ദം ബിരിയാണി ഹൊസ്പേട്ടിക്കാ. ഓ, അപ്പോൾ ഹൊസപ്പേട്ടിലെ ദം ബിരിയാണി, ചിക്കൻ ദം ബിരിയാണിയാണ് നമ്മളിപ്പോൾ കഴിച്ചത്. അത് ഓരോരുത്തർ വെക്കുമ്പോൾ ഓരോ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, അത് വേറെ കേസ്. ഹംപി റോഡ്. ഓക്കെ. എന്തായാലും അടിപൊളി ഫുഡ്. അച്ചായ ബിരിയാണി, അച്ചായ, താങ്ക് യു. അപ്പോൾ ബിരിയാണി കഴിച്ച് അവിടെ നിന്ന് വിട പറഞ്ഞ് നമ്മൾ പോവാണ്. ഇത് ഷൂട്ട് ചെയ്യാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. 3 ദിവസമായി നമുക്ക് മനസ്സിലേക്ക് ഇഷ്ടപ്പെട്ടൊരു ഫുഡൊക്കെ കഴിച്ചിട്ട്. അതായത് വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ട് 3 ദിവസമായി. ഇപ്പോഴാണ് കഴിക്കുന്നത്. എന്തായാലും തൃപ്തിയായി, മനസ്സും നിറഞ്ഞു, വയറും നിറഞ്ഞു. അപ്പോൾ ഇതാണ് സ്പോട്ട്, പിടിച്ചോളുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മളെ യാത്ര മുന്നോട്ട് പോലെ. ടണൽ കേട്ടോ, നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നൈറ്റാണ് ഈ ടണൽ കയറി പോകുന്നത്. ഇപ്പോൾ പകല കയറി പോകുന്നത്. ചെറിയൊരു ടണലാണ് കേട്ടോ. അങ്ങോട്ട് നോക്കിയാൽ ഫുള്ള് മലകളുടെ മേലെ ഫുള്ള് കാറ്റാടി യന്ത്രങ്ങൾ കേട്ടോ. രാത്രി വരുമ്പോൾ ഉണ്ടായിരുന്നൊരു വൈബുണ്ട്, അത് ഇന്ന് നമുക്ക് നട്ടപ്പൊരി വെലുത്ത് കാണാം. അടിപൊളിയായിരിക്കും കാഴ്ച. പക്ഷെ അതിലെ പോക്ക് അത് കുറച്ച് ടാസ്ക് ആയിരിക്കും. കത്തൂല വെയിൽ കൊണ്ടിട്ട്. എൻ്റെ മോനെ, എന്ത് ജാതി വെയിലെന്ന് അറിയാം, ഒരു രക്ഷയില്ല കേട്ടോ. ഞങ്ങളിപ്പോൾ 2 ലിറ്ററിൻ്റെ ഒരു കുപ്പി, 1.5 ലിറ്ററിൻ്റെ വേറൊരു ബോട്ടിൽ അവിടെ പോയിട്ട് പൈസ കൊടുത്തിട്ട് വെള്ളം നിറക്കണ പരിപാടിയില്ലേ, 5 രൂപ. ഇത് ഫ്രീ ആണ്. ഞാൻ പിന്നെ ഒരു 10 രൂപ കൊടുത്തു. ഇരിക്കട്ടെ എന്ന് വെച്ചാൽ ഫ്രീ ആണ് വെള്ളം. നമുക്ക് അവിടെ അകത്തുനിന്ന് കുടിക്കാൻ കിടക്കുക. അങ്ങനെ 20 ലിറ്റർ കിട്ടും. 20 ലിറ്ററിൻ്റെ ബോട്ടിൽ നമ്മൾ കൊണ്ടുപോകണം, ക്യാൻ നമ്മൾ കൊണ്ടുപോകണം. വലിയ വണ്ടിക്കാർ വെള്ളം നിറക്കില്ല. 20 രൂപ കൊടുത്തിട്ട് 10 രൂപ കൊടുത്താൽ 20 ലിറ്റർ കിട്ടും. 10 രൂപയ്ക്ക് 20 ലിറ്റർ മിനറൽ വാട്ടർ കിട്ടും അല്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു സൗകര്യം ഉണ്ട് അവിടെ. നമ്മൾ 2 ബോട്ടിൽ നിറച്ച്. എന്താ പറയുക, വെള്ളമില്ലാതെ നടക്കില്ല.
പെട്രോൾ ഇല്ല ഇവിടെ. അവിടെ CNG ഡീസൽ മാത്രമേ ഉള്ളൂ. നമുക്കിനി പെട്രോൾ ഉള്ള ഏതെങ്കിലും പമ്പിൽ കയറണം. കാരണം നമുക്ക് 3 കട്ടയായിട്ടുണ്ട്. അത് കട്ട ഫുള്ളാക്കണം. എന്നിട്ട് വേണം മിന്നാനായിട്ട്. 365 കിലോമീറ്റർ ആയി. നമുക്ക് 400 ഉണ്ടായിരുന്നത് 365 ആയിട്ടുണ്ട്. ഇനി ബാക്കി പോകാനുണ്ട് കേട്ടോ. എത്ര ഓടാനാ? 365 കിലോമീറ്റർ ഇനി ഓടാനാ. ദേവ്നഗര്, മാരിയമ്മൻ ഹള്ളി, ചിത്രദുർഗ, ദാവണികര. ഇവിടെ എന്തോ ഉത്സവം നടക്കാൻ പോവാണ് കേട്ടോ. ഇന്നല്ല, വലിയ രഥമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വലിയ രഥം. നമ്മളിവിടെ ഹംപിയിൽ കണ്ട രഥമൊന്നും ഒന്നുമല്ല. ഇത് വേറെ ലെവല് സാധനം. ഹംപിയിൽ ചെറുത്, ഇത് വലിയ രഥം. എന്താ ഒരു സൈസ് നോക്കിയാ. ഈ രഥമൊക്കെ വലിച്ചോണ്ട് പോവാന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാർ കൂടി പിടിക്കേണ്ടി വരൂലേ. അവിടെ ചെറിയ രഥം, കല്ലുകൊണ്ടുള്ള രഥം വേറെ ഉണ്ട് അവിടെ. ആന വലിക്കുക, മനുഷ്യന്മാരല്ലേ വലിക്കുക. മനുഷ്യന്മാര് വലിച്ചിട്ട് മറ്റേ തെലുങ്കുമാരെ ഇവിടെ കണ്ടിട്ടില്ലേ, നായകൻ ഒറ്റയ്ക്ക് വലിച്ചുകൊണ്ട് പോകും. ഇതൊന്നും വിഷയമില്ലാത്ത കേസ്. ഇത് ദാവണിക്കര അല്ലേ? ഡിസ്ട്രിക്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. ആയിരിക്കില്ല, ഇവിടെ വലിയ ബോർഡുകളൊന്നും കാണാനില്ല. അല്ലല്ല, ദാവണിക്കര ഡിസ്ട്രിക്റ്റ് ആണ്. ഡിസ്ട്രിക്റ്റ് അല്ല. ഹോസ്പേട്ട് മാറിയില്ലേ? ഹോസ്പേട്ട് ജില്ലയിൽ നിന്ന് നമ്മള് എക്സിറ്റ് ആയി. ഇനി നമുക്ക് ഹൈവേ അല്ല കേട്ടോ. 140 കിലോമീറ്റർ ഈ റോഡാണ് പോകാനുള്ളത്, സ്ട്രെയിറ്റ്. ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ കണ്ടിട്ട് പോവാമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റൂല. നല്ല ദോശ കിട്ടുന്ന നാടാണ് ദാവണിക്കര. ദോശ, ദാവണിക്കര പെണ്ണ ദോശയാണ് ഫേമസ്. ഭയങ്കര ഫേമസാ. ബട്ടർ ദോശ. ബട്ടർ ദോശ. വാട്ട് നൈസ്. അവിടെ കാഫി നാടും. ദാവണിക്കര അല്ലല്ല, ചിക്കമംഗ്ലൂർ എന്ന് വെച്ചാൽ കാഫിന്റെ നാടാണ്. ദാവണിക്കര ദോശ നാട്. ദോശ നാട്. അപ്പടിയാ. പെണ്ണെ ദോശ. ദാവണിക്കര പെണ്ണ ദോശ. പിന്നെ അതാണ്. ഹംപി ആണെങ്കിൽ റോഡ് മോശമാണല്ലോ. ഇതെങ്ങനെ നമ്മൾ 140 കിലോമീറ്റർ പിടിക്കുക? ഇത് സിറ്റി അല്ല ഇപ്പൊ, ചെറിയ സിറ്റി, ഒരു ടൗൺ അല്ല. മാറുമോ? മാറുമെന്ന് വിചാരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അങ്ങോട്ട് നോക്കിയാ ഈ റോഡ് നല്ല റോഡ് കേട്ടോ. അത്യാവശ്യം നല്ല റോഡ്. ഇപ്പൊ വന്നതിൽ വെച്ചിട്ട് ഈ ഒരു സ്റ്റേറ്റ് റോഡ് നമ്മൾ കേറിയതിൽ വെച്ചിട്ട് നല്ല റോഡ് ഇപ്പൊ ഇവിടുന്നാണ് കിട്ടാൻ തുടങ്ങിയത്. റോഡാണല്ലേ പറഞ്ഞു കഴിഞ്ഞ പോയില്ലേ. നല്ലതെന്ന് പറഞ്ഞ് നാക്കെടുത്തപ്പോഴേക്ക് കുഴി. റോഡിന്റെ സ്റ്റൈല് മാറി. റോഡിന്റെ എന്താ പറയാ, മൊത്തത്തിലുള്ള ഒരു അവസ്ഥയാണ് മാറിട്ടോ. കിണർ പോലത്തെ കുഴികള്. കുറച്ച് സമയം എടുത്തു. അതാണ് ആദ്യമൊക്കെ പിന്നെ വരാറുള്ളൂ. എല്ലാം അപ്പാണ്. അതെന്താ അവിടെ എന്താ കൃഷി? അത് നോക്ക്, അങ്ങോട്ട് നോക്കടാ. അതല്ലേ? അങ്ങോട്ട് നോക്കിയാ നമ്മളറിയാത്ത എന്തൊക്കെ കൃഷികളുണ്ട്. കർഷകന്മാർ എത്രയോ എന്താ പണിയെടുത്തിട്ട് നമ്മളെ. ഇത് നോക്ക്, ഇതന്നെ അത്. പാടങ്ങള് ഉഴുതു മറിച്ചിട്ടേക്കണണ്ടാ. ഉഴുതു മറിച്ചിട്ടേക്കാട്ടാ. ചൂട് എന്റെ പൊന്നിടാവേ, സഹിക്കാൻ പറ്റണില്ല ചൂട്. വെള്ളം എത്ര കുടിച്ചാലും മതിയാവണില്ല ബിരിയാണി കഴിച്ചിട്ട്. നമുക്കൊരു ഊര് സെറ്റപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ഊര് സെറ്റപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിജയനഗര ഡിസ്ട്രിക്റ്റ് ആണ്. ദാവണിക്കര ഡിസ്ട്രിക്റ്റ് നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ട് പോകാനുണ്ട്. നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയാണ്. അപ്പോൾ ഇത് കർണാടകയിലെ വിജയനഗര ഡിസ്ട്രിക്റ്റിലെ ഒരു ഉൾ റോഡാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഹംപി ടു ഷിമോഗ റോഡ് അല്ലേ? ഹംപി ടു ഷിമോഗ റോഡ്, സ്റ്റേറ്റ് ഹൈവേ. നല്ല മനോഹരമായിട്ടുള്ള കൃഷിയിടങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു റൂട്ട്. പൊട്ടിത്തെറിച്ച വെയിലായതുകൊണ്ട് പിന്നെ നല്ല സുഖമുണ്ട് പോകാനായിട്ട്. ഹായ്. രാജസ്ഥാൻ മരുഭൂമിക്ക് കൂടെയൊക്കെ മണൽ കയറ്റുന്നത് പോലെ ഒരു ഫീല്. എൻ്റെ പൊന്നിടാവേ, ഇതുപോലൊരു ഫ്രിഡ്ജുള്ള ഒരു കട കണ്ടപ്പോൾ ഒരു സമാധാനം. തണുത്തിട്ടേ അല്ല, ചൂട് ഒന്ന് തണുപ്പിക്കാനുള്ളൊരു ആഗ്രഹം, ഒരു കൊതി, ആകെ സീന്.
എന്തായാലും കുടിക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ പടാവും. അരിയാതെ വെയില്, അരിയാതെ ചൂട്. ഇങ്ങോട്ട് നോക്കിയാ ഇവിടുത്തെ മണ്ണ് നോക്കിയാ പരന്ന് കിടക്കുകയാണ് കേട്ടോ കൃഷിഭൂമികള്. ഇവിടുത്തെ മണ്ണിനൊരു പ്രത്യേകത കേട്ടോ, ബ്ലാക്ക് കളറ്, കറുത്ത കളറ് മണ്ണ്. ഒരുപാട് പിന്നെ വേറെ എന്തൊക്കെയോ ഒരു കൃഷിയുണ്ട്, പക്ഷെ നമ്മൾ അവിടെ ഇറങ്ങിയിട്ടില്ല കേട്ടോ. അവിടെ ഇറങ്ങാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആൾക്കാരൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് അങ്ങോട്ട് ആളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിച്ച് സംസാരിച്ച് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ആളില്ലാത്ത സ്ഥലത്തേക്ക്, കൃഷിയിടങ്ങളിലേക്കൊക്കെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കള്ളന്മാരാവും, പിന്നെ അടിയാവും, കുത്തുമാവും, കൊലയാവും, മറ്റേതാവും, മറിച്ചതാവും. അങ്ങനെ കുറേ അംഗംവെട്ടുകളുണ്ട്. മനോഹരമായിട്ടുള്ള കൃഷിയിടങ്ങൾ കേട്ടോ. ഇവിടെ പച്ചപ്പുള്ള സ്ഥലങ്ങൾ ഞാൻ കാണിച്ചു തരാം. വണ്ടി സ്റ്റോപ്പാണ്. അതെന്താ ഈ ഇത്രയും കറുത്ത മണ്ണിന്റെ ഇടയിൽ അവിടെ മാത്രം ഒരു പച്ചപ്പ്, ക്രിക്കറ്റ് സ്റ്റേഡിയം പോലെ. എന്ത് കൃഷി അത്? ഒരു വെറൈറ്റി സാധനം അല്ലേ? സ്ട്രോബെറി ഒന്നാവില്ല. പിന്നെ സ്ട്രോബെറി തണുപ്പുള്ള സ്ഥലത്തല്ലേ ഉണ്ടാവുള്ളൂ. ആരത്തേലൊക്കെ ചോദിക്കാം, കിട്ടും. മാതളം, അതെ അനാറ്. ആ വലുതാവുണ്ടാവും. അനാറിന്റെ ചെടികളാട്ടോ, ചെറിയ അനാറുകൾ ഉണ്ടായില്. അവിടെ നിലത്തൊക്കെ വീണ് നടക്കണ്ടാ, പോയി എടുത്താലോ? വേടാ, ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അത് അതിന്റെ ഉടമസ്ഥന്മാരാരാന്ന് പറയാൻ പറ്റൂല. പെട്ടെന്നായിരിക്കും ആള് വരിക, പിന്നെ വർത്താനാവും, മുഖമൊട്ടോ. ചോദിക്കാനായിട്ട് അത് നനക്കാനും സെറ്റപ്പ് ഉണ്ട് കേട്ടോ. പൈപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്, ഓസൊക്കെ കൊടുത്തിട്ടുണ്ട്. അനാറാണ് ഈ ഭാഗത്ത്. അനാറുണ്ടാ? അത് പോയി ഒന്ന് കൺഫേം ചെയ്താലോ? ജസ്റ്റ് ഒന്ന് ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം. ഇല്ല, കൺഫേം ആക്കണം. അനാറിനെ സാധനം അനാറല്ലേ? ചെറിയ തൈയിലും ഉണ്ടാവും, വലിയ തൈയായിട്ടുണ്ടാവും, ചെറിയ തൈയായിട്ടുണ്ടാവും. ചെറിയ തൈയിൽ ഉണ്ടായപ്പോ എന്താ ലാഭല്ലേ? ഹൈബ്രിഡ് ആയിരിക്കും. ചെറിയ തൈകൾ ട്ടാ, അതിൽ അനാറ്. അങ്ങനത്തെ ഒരു തോട്ടാണ് നമ്മളിപ്പോ കണ്ടത്. വെയിലിന്റെ ആഘാതം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. മൽബണ്ണൂരു തീർത്ഥഹള്ളി. നമുക്ക് ചെറുതായിട്ട് ഒരു മിസ്റ്റേക്ക് വന്നോന്ന് വിചാരിച്ച്, സംതിങ് റോങ് എന്ന് കാണിച്ച്. പക്ഷേ ഇത് തന്നെയാണ് റോഡ്. ഇനി കുറച്ച് ഗള്ളികൾ കാണാം, ഹള്ളികൾ. പൈപ്പ് വെള്ളം ലീക്കായി പോവാ. ഇമാതിരി മരുഭൂമിയിലൊക്കെ വെള്ളമൊക്കെ ലീക്കാവുക പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സങ്കടമുള്ള കാഴ്ച തന്നെയാണ്. തണലുകളൊന്നും കാണുന്നില്ല. ഇവിടെയൊക്കെ കുറച്ച് തണലുണ്ട്. ഇനി പോകുന്ന വഴി കണ്ടോ, മരുഭൂമിയില്ലേ, രാജസ്ഥാൻ മരുഭൂമി. ആ ഒരു അവസ്ഥയാണ് ചില റോഡുകളൊക്കെ. അമ്മാതിരി ചൂട്. കുറച്ചു നേരം എവിടെയെങ്കിലും കയറി നിൽക്കണമെങ്കിൽ പോലും ഒരു വഴിയില്ലാത്തൊരവസ്ഥ. ഇതുപോലുള്ള പുൽച്ചെടികള്, മുള്ളുചെടികൾ മാത്രമേ ഉള്ളൂ. ಹರಪನಹಳ್ಳಿ ಮತ್ತೆ ಹರಿಹರ, ಮಲೆಬೆನ್ನೂರು, ಹೊನ್ನಾಳಿ. ഇനി 99 കിലോമീറ്റർ ഈ റോഡോ? ഒലക്കമേലെ റോഡ്. എത്ര നേരമായിന്നറിയോ? സ്പീഡിൽ പോകാനേ പറ്റുന്നില്ല. തീർത്ഥഹള്ളി ഫൈനൽ ഡെസ്റ്റിനേഷൻ ഏതാ? ഈ റോഡ് മംഗളാരം. ഈ റോഡാ? ഷിമോഗ മംഗളൂർ റോഡാവൂലേ? അതന്നെ ഹൈവേ. ഹെബ്രി. എൻ്റെ പൊന്നിടാവേ, ഈ റോഡ് ഭയങ്കര സീനാ. സ്പീഡിൽ പോവാനും പറ്റുന്നില്ല, കാറ്റും കിട്ടുന്നില്ല. കാറ്റും കിട്ടുന്നില്ല. വെയില്, മരുഭൂമി കൂടെ പോകുന്ന ഒരവസ്ഥ. 4 മണി ഇപ്പോഴും വെയിലിന്റെ ചൂടൊന്നും പോയിട്ടില്ല. 100 കിലോമീറ്റർ പോയിട്ടില്ല. അതാണ് അവസ്ഥ. കൃഷിയിടങ്ങൾ ഇങ്ങനെ ഉണ്ട്, പരന്ന് കിടക്കുക. കൃഷിഭൂമികള്, കറുത്ത മണ്ണ്, ചുവന്ന മണ്ണ്, മഞ്ഞ മണ്ണ്, ഓരോ മണ്ണിലും വ്യത്യസ്ത ഇനം കൃഷികള്. അങ്ങനെ കാഴ്ചകൾ ഇങ്ങനെ പരന്ന് കിടക്കുക. പക്ഷെ സൂര്യനെ കണ്ട കൊല്ലിയ ആഘാതം, മരുഭൂമി. അവരത് ചോദിച്ചോടാ എന്ത് കൃഷിയാന്നൊക്കെ. ಎಂದಾ ಅದೇನು ಕೃಷಿ ಅಣ್ಣ? ಅದೇನು ಕೃಷಿ ಅದು? ಉಳ್ಳಾಗಡ್ಡಿ. ಉಳ್ಳಾಗಡ್ಡಿನಾ? ಬೀಜ.
എന്ത് ബീൻസാ? ഉള്ളിയുടെ ഉള്ളിയാ? സവാള. സവാള. ಅದೇ ಎಷ್ಟಿದೆ ಕುರಿ? ಎಷ್ಟಿದೆ ಕುರಿ? 150. 150 ಕುರಿ. എന്ത്? 150 ആട്. 150 ആട്. ഓ, ആടിന്റെ കൊമ്പ് നോക്കിയാ. അപ്പൊ സവാളയാണല്ലേ മറ്റേത്? സവാള. സവാള കിരിക്കിരി. സവാള ഗിരിഗിരി.